നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെട്ട വിജയം മാത്രം നേടിയ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് പരീക്ഷണ കാലം തന്നെയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിൽ നിർണായകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ച് പാർട്ടിക്ക് അധികകാലം മുന്നോട്ട് പോകാനാകില്ലെന്ന് വിലയിരുത്തലിലാണ് പാർട്ടി അനുഭാവങ്ങൾ ഇപ്പോഴുള്ളത്. പുറമേ പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് മാത്രമേ നേടിയുള്ളൂ എന്ന് CPM-ന് ആശ്വസിക്കാം. എന്നാൽ ഇത്തവണ വോട്ട് വീതത്തിൽ പിന്നോട്ട് പോയതിലും പലയിടങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിലും പാർട്ടി സെക്രട്ടറി അണികളോട് മറുപടി പറയേണ്ടി വരും. കോടിയേരി ബാലകൃഷ്ണന്റെ പകരക്കാരനായി അമരത്തു വന്ന ഗോവിന്ദന് കീഴിൽ പാർട്ടി വളരുകയല്ല എന്ന വ്യക്തമായ സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. മികച്ച സംഘാടകനും നേതൃപാഠവും ഉള്ളയാളുമെന്ന് വിശേഷിപ്പിച്ചാണ് വിജയന് വിധേയനായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് ശേഷം സെക്രട്ടറി പദത്തിൽ ഗോവിന്ദനെ അവരോധിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മകൾക്ക് വെറുപ്പിക്കലിനും കുടപിടിക്കുന്ന ഗോവിന്ദനെയാണ് പിൽക്കാലത്ത് കണ്ടത്. നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ 10-ലേറെ ഇടങ്ങളിൽ BJP കരുത്താർജിച്ചുവെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ഒരർത്ഥത്തിൽ CPM-ന്റെ തുല്യശക്തിയായ BJP വളർന്നു. അതുകൊണ്ട് തന്നെ പരിഹസിച്ചു തള്ളിയിരുന്ന കാലവും കഴിഞ്ഞു. അതാണ് ഗോവിന്ദനെ ഇനി അങ്ങോട്ട് ഉറക്കം കെടുത്താൻ പോകുന്നതെന്ന് വ്യക്തമായി തന്നെ പറയാൻ കഴിയും.